ഹലോ, അപ്പൊ എല്ലാവർക്കും ബാംഗ്ലൂർ ടു കോഴിക്കോട് ട്രിപ്പിന്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫോറസ്റ്റ് ഏരിയ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ സുൽത്താൻ ബത്തേരിയിലോട്ട് കിടക്കുക കേട്ടോ. സുൽത്താൻ ബത്തേരിയിൽ ഒരു 7-8 വർഷം മുന്നേ ഞങ്ങളൊരു അൺപ്ലാൻഡ് ട്രിപ്പ് വന്നപ്പോൾ സ്റ്റേ ചെയ്ത സ്ഥലം കേട്ടോ. അവിടെ ഇതുപോലെ വയനാട് കാണാൻ വേണ്ടി പെട്ടെന്ന് ബാംഗ്ലൂർ ഞാനും ഇച്ചായനും പിന്നെ ഇച്ചായൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പെട്ടെന്ന് വൺ ഡേ ട്രിപ്പ് തലേന്ന് രാത്രി പ്ലാൻ ചെയ്ത് രാവിലെ വണ്ടിയെടുത്ത് ഇറങ്ങി വന്ന് സ്റ്റേ ചെയ്ത കുറച്ച് മെമ്മറീസ് ഉണ്ട് അവിടെ. അപ്പോൾ വന്ന ഒരു മോളാണ് ഈ മിൻറ്റ് മോള്. അവിടെ ബ്രഷ് പോലും എടുക്കാതെ ഞങ്ങൾ നേരെ ഇട്ട ഉടുപ്പ് ഇട്ടുകൊണ്ട് വണ്ടി കയറി ട്രാവൽ ചെയ്ത് വന്ന ഒരു ട്രിപ്പാട്ടോ അത്. അന്നേരം നേരെ ഈ മോളിൽ കയറിയിട്ടാണ് അന്ന് ഈവനിങ് ആയപ്പോഴത്തേക്കും ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും സകല സാധനങ്ങളൊക്കെ മേടിച്ച് മടങ്ങി. അങ്ങനെ ഒരു ഓർമ്മയുണ്ട് ഞങ്ങൾക്കിവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വന്ന സ്ഥലമേ അല്ല, സിറ്റി മൊത്തത്തിൽ മാറിപ്പോയി. അത് പിന്നെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹാപ്പി സുൽത്താൻ ബത്തേരി, ഫ്ലവർ സിറ്റി, ഗ്രീൻ സിറ്റി, ക്ലീൻ സിറ്റി എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലീനും ആട്ടോ സിറ്റി. അത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് 2023 ഹരിതകർമ്മസേനയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും കൂടെ ചേർന്ന് ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഈ ഹാപ്പി സുൽത്താൻ ബത്തേരി എന്നുള്ളത്. ടൂറിസ്റ്റ് അട്രാക്ഷനും പിന്നെ സിറ്റിയുടെ ക്ലെൻലിനെസ്സും ഫ്ലോറിക്കൾച്ചറും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റ് ആട്ടോ. റോഡ് സൈഡിലെ കൈവരിയിലെല്ലാം നമ്മുടെ ബാൽക്കണി ഗാർഡനിൽ വളർത്തുന്ന പോലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സും അതുകൂടാതെ NH സൈഡിൽ കുറച്ച് മാറി സൂര്യകാന്തിയുടെയും ജമന്തി പൂക്കളുടെയും ഒക്കെ കൃഷിയായിട്ട് ഉള്ള ഒരു പദ്ധതിയാണിത്. പോകുന്ന വഴി നമ്മുടെ സഞ്ചാരി റെസ്റ്റോറൻറ്റും കണ്ടു കേട്ടോ. അങ്ങനെ സുൽത്താൻ ബത്തേരി എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. രണ്ടുപേരും കൂടി കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. തിരിച്ച് വണ്ടി കയറി കഴിഞ്ഞ് ഇച്ചാനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവർ ബിരിയാണി കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന്. അങ്ങനെ അവസാനം ഒരു സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷേ ഒരു ചെറിയ പാളിച്ച പറ്റിപ്പോയി. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പ്രോജക്റ്റിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ചെറിയൊരു സൂര്യകാന്തി പാടമാണ്. അങ്ങനെ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കൽപ്പറ്റയിലോട്ട് പോകുന്ന വഴിയാണ്. കൽപ്പറ്റ ബൈപ്പാസിന്റെ അടുത്തോട്ട് എത്താറായി ഏതാണ്ട്. ഏത് മലയെ കാണുന്നത് നമ്മള് വന്ന വഴിയിലെ ഡയറക്ഷൻ മാറി ഈ സൈഡിൽ കിടക്കുന്നതാണ് ഇനി ബന്ദിപ്പൂർ ഇപ്പുറത്ത് കാട് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട്. അന്നേരം അത് ഏത് മലയാണെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഗൂഗിൾ മാപ്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ചെമ്പ്ര കൊടുമുടി, ചെമ്പ്ര പീക്ക് എന്ന് പറയുന്നത്. ശരിക്കും മൊട്ടക്കുന്ന് പോലെ തന്നെയാണ്, നല്ല ഭംഗി. അവിടെ അടുത്തൊരു ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതുവഴി പോകാമായിരുന്നു വേണമെങ്കിൽ. ഞങ്ങൾ പക്ഷെ ടൈം ലൈൻ ആയതുകൊണ്ട് ഇനി വേറൊരിടത്ത് നിർത്താതെ നേരെ കോഴിക്കോട് ചെന്ന് ബിരിയാണി കഴിക്കുക, അതായിരുന്നു ലക്ഷ്യം കേട്ടോ. മറ്റേ മൊട്ടക്കുന്നിന്റെ ഒരു ടൈപ്പ്. നമ്മള് എവിടെയായിരുന്നു സ്ഥലത്തിന്റെ പേര് പറഞ്ഞായിരുന്നു? എവിടെ? വാഗമൺ. വാഗമൺ മൊട്ടക്കുന്നിന്റെ ഒരു അല്ല വഴി ഇട്ടേക്കുന്നതാണ് എന്തോ. Starting out as per the map I can see that കഴിഞ്ഞ നമ്മുടെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ കയറിയിട്ട്. അങ്ങനെ കൽപ്പറ്റ കഴിഞ്ഞ് ലക്കിടിയൊക്കെ ആവാറായപ്പോഴത്തേക്കും റിസോർട്ടും അഡ്വഞ്ചർ പാർക്കും ഒക്കെ കാണാൻ തുടങ്ങി കേട്ടോ. ഈ കാണുന്നത് ബങ്കി ജമ്പ് കണ്ടോ, അത് സ്കൈ വാക്ക്, അങ്ങനെ കുറേ വ്യൂ പോയിന്റ്സ് ഇതൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. NH സൈഡിൽ തന്നെ അടുപ്പിച്ച് 1-2 പാർക്കുകൾ ഞങ്ങൾ കണ്ടു കേട്ടോ. ഈ കാണുന്നത് വയനാട് അൾട്രാ പാർക്ക്, പിന്നൊന്ന് വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ശരിക്കും പറഞ്ഞാൽ വയനാട് വിശദമായിട്ട് കാണാൻ ഒന്നുകൂടി ഒന്ന് വരേണ്ടി വരും. 2-3 ദിവസം താമസിച്ച് കാണാനുള്ള അത്രയും കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ വയനാട് ഡിസ്ട്രിക്റ്റ് കഴിയാറായി. ഇത്
തുടങ്ങി. ഇനി നേരെ ചുരം ഇറങ്ങി കോഴിക്കോട്. അടിപൊളി ഏരിയ കേട്ടോ. ഇപ്പോൾ പോകുന്നത് നേരെ കോഴിക്കോട് ഞങ്ങൾ എടുത്ത ഹോട്ടലിലോട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും എവിടെ ബിരിയാണി എന്നുള്ളത് അല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പാളിച്ച പറ്റിപ്പോയെന്ന്. രണ്ടുപേരും കൂടി നല്ല ബിരിയാണി കിട്ടുന്നത് റഹ്മത്ത് ഹോട്ടലിലാണെന്ന് അങ്ങ് ഉറപ്പിച്ചു. പക്ഷേ 2 റഹ്മത്ത് ഹോട്ടലുണ്ട് കോഴിക്കോട്. 2 പേര് ഇട്ടതും 2 ലൊക്കേഷനിലോട്ടാണ്. അവസാനം സിറ്റിക്കകത്ത് കിടന്ന് കറങ്ങി തിരിഞ്ഞ് പിന്നെ ഞങ്ങൾ അവസാനം പിള്ളേരെ ബഹളമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ നേരെ റൂമിലേക്ക് പോയേക്കാന്ന് കരുതി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാനും പോയി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അബദ്ധം. പക്ഷെ എന്നാലും ആകാശും ബസ്സിയും ലൂക്കാച്ചനും വിട്ടില്ല കേട്ടോ. അവർ നേരെ റഹ്മത്തിലേക്ക് പോയി കഴിച്ചു. ഞങ്ങൾക്കുള്ള പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നു. നല്ല അസൽ ബിരിയാണി കേട്ടോ. ബിരിയാണി കൂടാതെ നല്ല അസൽ കല്ലുമ്മക്കായ റോസ്റ്റും അവിടുത്തെ സ്പെഷ്യലായിരുന്നു കേട്ടോ, അതും കഴിച്ചു. ഇതാണ് ഹോട്ടൽ കോപ്പർഫോളിയ. NHന്റെ സൈഡിൽ തന്നെയാണ്, 4 സ്റ്റാർ ഹോട്ടലാണ്. നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പതുക്കെ ചെക്ക് ഇൻ ചെയ്ത് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കരുതി നേരെ ഇങ്ങ് പോകുന്നതാണ് കേട്ടോ. റൂം അലക്കേറ്റായി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഫ്രഷൊക്കെ ആയി ആകാശ് കൊണ്ടുവരുന്ന ബിരിയാണി നോക്കിയിരിക്കുക. ഇനി അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കിനി കോഴിക്കോടിൻ്റെ നഗരം കാണാനായിട്ട്. മെയിൻലി ഞങ്ങൾ ബീച്ചും മിഠായി തെരുവിലും പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. മിഠായി തെരുവ് എന്ന് പണ്ട് കൊച്ചിലെ കേട്ടത് മാത്രമേ ഉള്ളൂ, ഇതുവരെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല. അപ്പോൾ എന്നാൽ ഇത്തവണ അവിടെ ഒന്ന് കയറി കണ്ടു കളയാന്നുള്ളൊരു പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഏതാണ്ട് സന്ധ്യയായി. എന്നാൽ പിന്നെ വണ്ടി എടുക്കാതെ ഹോട്ടലിൽ നിന്ന് തന്നെ 2 ക്യാബ് ബുക്ക് ചെയ്ത് അവർ അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. 2 ടാക്സിയിലായിട്ട് ഞങ്ങൾ ഇറങ്ങി. പക്ഷേ വൈകിട്ടായതുകൊണ്ടായിരിക്കും കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്ന റോഡൊക്കെ ഫുള്ള് ട്രാഫിക് ആണെന്നും അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ മിഠായി തെരുവിൽ പോകാനായിട്ട് ഓൾമോസ്റ്റ് കടകളൊക്കെ അടയ്ക്കുമെന്നും പറഞ്ഞ് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ പ്ലാൻ ഒന്ന് മാറ്റി. ബീച്ച് നാളെ പോവാം, ഇന്ന് നമുക്ക് മിഠായി തെരുവ് പോയി കോഴിക്കോട് ഹൽവയൊക്കെ ഒന്ന് കാണാം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് കരുതി പ്ലാൻ ഒന്ന് മാറ്റി നേരെ വണ്ടി മിഠായി തെരുവിലോട്ട് തിരിച്ചു കേട്ടോ. കാരണം അവിടെ 8-8:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ആവും. പിന്നെ നമുക്കധികം ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല എന്ന് പുള്ളി നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെ മിഠായി തെരുവിലോട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സ് കേട്ടോ. വളരെ വളരെ വലിയൊരു കോംപ്ലക്സ് കേട്ടോ. അകത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും പുറമേ നിന്നുള്ള കാഴ്ചയിൽ അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണ്. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെയുള്ള നിയമസഭാ മന്ദിരത്തിൻ്റെയൊക്കെ അത്രയും ഹൈറ്റ് വരുമെന്ന് തോന്നും കാണുമ്പോഴത്തേക്കും. അങ്ങനെ തരക്കേടില്ലാത്ത വിധം ട്രാഫിക്കിലൂടെയൊക്കെ കടന്നുപോയി ഞങ്ങൾ ഏതാണ്ട് മിഠായി തെരുവിനടുത്ത് എത്താറായി. മിഠായി തെരുവിനോട് അടുത്തെത്താറായപ്പോഴാണ് മനസ്സിലായത് ഇതിന് വേറൊരു പേരും കൂടെയുണ്ട് ഈ സ്ട്രീറ്റിന്. അതിൻ്റെ പേരാണ് SM സ്ട്രീറ്റ് എന്ന് പറയുന്നത്. SM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ്. മിഠായികളുടെയും ഹൽവകളുടെയും ഒക്കെ നാടാണല്ലോ കോഴിക്കോട്. മിഠായി തെരുവിൻ്റെ ഒരു വശത്ത് കാറ് നിർത്തി അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ SK പൊറ്റക്കാട് സാറിൻ്റെ ഒരു സ്റ്റാച്യു ആണ് കേട്ടോ. അങ്ങനെയാണ് SK പൊറ്റക്കാട് സാറിൻ്റെ സ്റ്റാച്യുവും ഈ മിഠായി തെരുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ 1960 പബ്ലിഷ് ചെയ്ത് ഒരു തെരുവിൻ്റെ കഥ എന്നുള്ള നോവൽ, SK പൊറ്റക്കാടിൻ്റെ സാറിൻ്റെ നോവല് ഈ സ്ട്രീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ കൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു പത്രവിതരണക്കാരനും പുള്ളിയുടെ മോള് 10 വയസ്സുള്ളൊരു മോള് രാധ എന്ന പേരുള്ള ഒരു മോളും അവരുടെ കാഴ്ചപ്പാടിലൂടെ ഈ സ്ട്രീറ്റിൽ നടക്കുന്നതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ആ നോവലിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒട്ടുമിക്ക പേരും വായിച്ചിട്ടുണ്ടാവും അത്, എന്നാലും ഞാൻ അതൊന്നുകൂടെ ഓർമ്മിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ മിഠായി തെരുവിലെ കാഴ്ചകളും കടകളും ഒക്കെ കാണാം കേട്ടോ. ആണോ
Aida, what you mention? Hey. Guys, Aida അല്ലേ? വേണ്ട. Good girl. നമുക്ക് സ്വീറ്റ്സ് നോക്കാം. എന്താ വെച്ചാലേ അവരുണ്ട് ബാക്കിലോ കണ്ടില്ല അവരല്ലേ അത് ജസ്റ്റ് ഒരു മിനിറ്റ് നിന്നോ അവരോട് ഫ്രെയിം വരണം ആ വന്നു ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാം വെളിച്ചെന്തിന് ചുരിദാർ മാറ്റാൻ ഇടയിൽ അങ്ങനെയല്ല ഇതെനിക്കത് പണ്ട് പോലെ ഉള്ളതാണ് ചരിത്രമുള്ളതായിരിക്കും കടയുടെ പേരൊക്കെ ശരിക്കും ഗ്രാൻഡ് ഹൽവ ഹൽവ ആ അതുപോലെ ബദാമിന്റെ അലുവ ഇച്ചിരി മിക്സഡ് ഡ്രൈ ഫ്രൂട്ട് ക്യാൻഡി നമുക്ക് എടുക്കാം ഡ്രൈ ഫ്രൂട്ട് ഇതിങ്ങനെ കിലോ വെച്ചിട്ടാണോ അത് മിക്സ് ആയിട്ടുണ്ടോ മിക്സ് ബോക്സ് ആയിട്ടല്ലേ ആകാശം ഇതെല്ലാം എല്ലാത്തിൻ്റെ മിക്സുള്ള ബോക്സ് കാണാറുണ്ടോ രാത്രി പെരുന്നാളിന്റെ
അങ്ങനെ മിഠായി തെരുവിൽ നിന്ന് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറേ മാംഗോ ഹൽവ ഏറ്റവും ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട അതാട്ടോ അതിന് കൂടുതൽ. മാംഗോ ഹൽവയുടെ കുറേ പാക്കറ്റ്, കുറേ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിനും പിന്നെ മിക്സ് ഹൽവയൊക്കെ മേടിച്ച് പതുക്കെ ഒരു ഓട്ടോയിൽ നേരെ ഹോട്ടലിലേക്ക് വന്നു. ഞങ്ങൾ കയറിയ ഓട്ടോ ഓടിച്ചിരുന്ന ചേട്ടൻ പണ്ട് ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവറായിരുന്നു. അതുകൊണ്ട് അതേ സ്പീഡിൽ തന്നെ നഗരത്തിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ അങ്ങോട്ട് പോയതിനേക്കാളും 10 ഇരട്ടി സ്പീഡിൽ തിരിച്ച് ഹോട്ടലിലെത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആകാശ് കയറിയ ഓട്ടോയും കാത്ത് കുറേ നേരം ഹോട്ടലിൻ്റെ ലോബിയിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അവരെയും കൂടെ കണ്ടിട്ട് നേരെ റൂമിൽ ചെന്ന് ഫ്രഷായി കിടന്നുറങ്ങാനാണ് പരിപാടി. രാവിലെ എണീറ്റതല്ലേ. പിള്ളേർ രണ്ടുപേരും നല്ലോണം ടയർഡായിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർ ഈ കാഴ്ച കാണുന്നതിൻ്റെയൊക്കെ ആവേശത്തിൽ ക്ഷീണം ഒരിക്കലും പുറത്ത് കാണിക്കില്ല കേട്ടോ. അങ്ങനെ കട്ടിൽ കണ്ടതും ഇട്ട ഡ്രസ്സ് പോലും മാറാതെ രണ്ടുപേരും നേരെ ഉറങ്ങിപ്പോയിട്ടോ. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ നേരത്തെ എണീറ്റ് ഫ്രഷായി ഇനി അടൂർ വരെ പോകാനുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഞങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. താഴെ ബൊഫേ ആയിരുന്നു. അത്യാവശ്യം നല്ല വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇഡ്ഡലി, ദോശ, അപ്പം, ആലു പരാത്ത, പിന്നെ പൂരി, ചന മസാല, പുട്ട്, കടലക്കറി, പാൻ കേക്ക്, ബനാന പാൻ കേക്ക്, സോസേജ്, പിന്നെ കുറേ ഫ്രൂട്ട്സും കുറച്ച് സാലഡ്സും ബ്രെഡ് ടോസ്റ്റ്, അങ്ങനെ അത്യാവശ്യം 4 സ്റ്റാർ ഹോട്ടലിലുള്ള മെനു തന്നെയായിരുന്നു കേട്ടോ അവിടെ. അതും നമ്മുടെ നാട്ടിലും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും കേട്ടോ. Alicia? Aida? Aida? പോവാ നമുക്ക്. ടാറ്റ പറ ചാച്ച, ടാറ്റ പറ.
ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരത്തെ ചെക്ക് ഔട്ട് ചെയ്യാണ്. കാരണം പോകുന്ന വഴി ഇനി എനിക്ക് പറവൂർ ചെന്ന് ആൻറ്റിയുടെ വീട്ടിൽ പോകാനുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു നേരമാവും. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്യാണ്. ആകാശം ഫാമിലിയൊക്കെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് അവർ പതുക്കെ ബീച്ചിലൊക്കെ പോയിട്ടേ അവർ ഇറങ്ങുന്നുള്ളൂ. പക്ഷെ അത് പിള്ളേരോട് പറഞ്ഞില്ല, കാരണം അവർക്കത് വിഷമാവും. ഞങ്ങളുടെ പുറകെ അവർ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പതുക്കെ ആദ്യമേ ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. 4 സ്റ്റാർ ഹോട്ടലാണ് കോപ്പർഫോളിയ ഹോട്ടൽ. റോഡ് സൈഡിൽ തന്നെയാണ്. യാത്ര ചെയ്ത് പോകുന്നവർക്ക് റോഡ് സൈഡിൽ പോകുമ്പോൾ പെട്ടെന്നൊന്ന് റെസ്റ്റ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ്. ഒത്തിരി ഉള്ളിലോട്ടൊന്നും പോകണ്ട. ക്ലീൻലിനെസ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഹോട്ടലായിരുന്നു. അതുപോലെ ഫുഡും ഒക്കെ അടിപൊളിയായിരുന്നു. അവരുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അടിപൊളിയായിരുന്നു. അവര് കുറച്ച് കിട്ടിയോ? എവിടെ എത്തിയതാ? എവിടെ എത്തിയ ഏട്ടാ? എവിടെ എത്തിയെന്ന്? ഓക്കെ തണുക്കുന്നു. തണുക്കുന്നോ? എവിടെ എത്തിയെന്ന് പറ. വീട്ടിൽ എത്തിയോ? ഇതാ വഴി പറഞ്ഞു കൊടുക്ക്. ഓക്കെ ഗൂസ് ബംസ് വന്ന നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. വായൊക്കെ ഗൂസ് വന്നതാ. കണ്ടില്ല, അടിപൊളി. അപ്പർ സൈഡിലുണ്ട് കറണ്ട്. ഇവിടെ ആളുണ്ട്. ആ അങ്ങനെ ഒരു വലിയ നീണ്ട യാത്രയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു 9 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ രാത്രി വീട്ടിലെത്തിച്ചിരുന്നു. 9-9:15 ആയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ 2 ദിവസത്തെ യാത്രയും കഴിഞ്ഞ് എത്തുന്ന നോക്കി വീട്ടിലെല്ലാവരും നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ആൻഡ് കീപ് സപ്പോർട്ടിങ് us.